അതുകൊണ്ടാണ് ഈ ബാബിന് അങ്ങനെ ഒരു പേര് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ബാബിലൂടെയാണ് കഅബയിലേക്ക് പ്രവേശിച്ചിരുന്നത്. മഖാമു ഇബ്രാഹിമില്ലേ, ആ മഖാമു ഇബ്രാഹിമിലൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവേശിച്ചിരുന്നത് ഈ ബാബിലൂടെയായിരുന്നു. അതുപോലെ തന്നെ ഈ ബാബിന് പറയുന്ന മറ്റൊരു പേര് ബനി ഷൈബ എന്നാണ് ഈ ബാബിന് പറയുന്ന വേറൊരു പേര്. അതുപോലെ തന്നെ ഹുജ്ജാജികള്, ഹാജിമാരൊക്കെ അവര് ആദ്യം ഈ തവാഫുൽ ഖുദൂം എന്ന് പറയും. തവാഫുൽ ഖുദൂം എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് ഹാജിമാര് വന്നിട്ട് ചെയ്യുന്ന ആദ്യത്തെ തവാഫ്. ആദ്യം അവര് ഉംറ ചെയ്യും. ഉംറ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് കയറി വരുന്നത് ഈ കവാടത്തിലൂടെയാണ്, ബാബു സലാമിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ബാബുൻ നബി എന്ന് ഇതിന് പേരുണ്ട്. എന്താണ് അങ്ങനെ പേര് വരാൻ കാരണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജയുടെ വീട്ടിലേക്ക് പ്രവേശിക്കുകയും ഖദീജയുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്തിരുന്നത് ഈ വാതിലിലൂടെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ബാബിന് പറയുന്ന മൂന്നാമത്തെ പേരെന്താണ്? ബാബുൻ നബി. അപ്പൊ ഒന്നാമത്തെ പേര് ബാബു ഷൈബ എന്ന പേരുണ്ട്, രണ്ടാമത്തേത് ബാബു സലാം ഉണ്ട്, മൂന്നാമത്തേത് ബാബുൻ നബി. ഇത്രയും പേരുകൾ ഇതിനുണ്ട്. ഈ ബാബു സലാം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാബാണ്. ഓക്കെ, റസൂലിന്റെ കാലത്തെയുള്ള ഒരു ബാബാണ്.